പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇസ്രായേൽ വിമാനത്തിന് സൗദി വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചു. ഇസ്രായേലിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിനാണ് അനുമതി നിഷേധിച്ചത്. ചാർട്ടേഡ് വിമാനങ്ങളും VIP വിമാന സർവീസുകളും നടത്തുന്ന ഇസ്രായേലിലെ ഇസ്രായേർ കമ്പനിയുടെ 661 നമ്പർ ഫ്ലൈറ്റിനാണ് സൗദി വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചത്. മെയ് 26 പുലർച്ചെ 6 ദുബായിലേക്ക് പുറപ്പെടുന്നതിനാണ് സൗദി വ്യോമപാതയിലൂടെ കടന്നുപോകുന്നതിന് അനുമതി തേടിയത്. അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ടെല്ലവീവ് എയർപോർട്ടിൽ 5 മണിക്കൂറിലേറെ കാത്തിരുന്നെങ്കിലും വ്യോമപാത അനുവദിച്ചില്ല. ഫലസ്തീൻ സമാധാന കരാർ നിലവിൽ വരാതെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നാണ് സൗദി അറേബ്യയുടെ പ്രഖ്യാപിത നിലപാട്. UAE, ബഹ്റൈൻ തുടങ്ങിയ GCC അംഗരാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം നയതന്ത്ര ബന്ധത്തിന് അനുയോജ്യമല്ലെന്ന് സൗദി അറേബ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നയതന്ത്ര ബന്ധം ഇല്ലാത്തതാകാം വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 24 റിയാദ്. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട വിമാന സർവീസിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഹജ്ജ് സീസൺ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിമാന സർവീസിന് അനുമതി ലഭിക്കുകയുള്ളെന്നാണ് സൂചന. അതേസമയം വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലെത്താൻ അവസരം ഒരുക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ഇന്ത്യ സൗദി എയർ ബബിൾ കരാർ യാഥാർത്ഥ്യമാക്കാൻ റിയാദ് ഇന്ത്യൻ എംബസി ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചതാണ് സർവീസിന് അനുമതി ലഭിക്കാതിരുന്നതെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ചാർട്ടേഡ് വിമാനങ്ങളിലും വന്ദേ ഭാരത് മിഷൻ സർവീസിലും 5.5 ലക്ഷം പ്രവാസികളാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ഇവരിൽ നല്ലൊരു ശതമാനം എക്സിറ്റ് റീ എൻട്രി വീസയിൽ പോയവരാണ്. ഇവർക്ക് മടങ്ങിവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് ഭേദമായി രോഗപ്രതിരോധ ശേഷി കൈവരിച്ചവർക്കും നേരിട്ട് യാത്ര ചെയ്യാൻ അവസരമൊരുക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ഇതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഉന്നത നയതന്ത്രതല ഇടപെടൽ ആവശ്യമാണെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദിയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവർ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കണമെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശിച്ചു. ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തെ കോവിഡ് പ്രോട്ടോകോൾ യാത്രക്കാർ പഠിക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. സൗദിയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നത്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനമായും 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിക്കുന്നു. കൃത്യസമയത്ത് PCR പരിശോധനാ റിപ്പോർട്ട് കരസ്ഥമാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക, സ്ഥിരം കഴിക്കുന്ന മരുന്നുകളും അതിന്റെ ലിസ്റ്റും കൈവശം വെക്കുക, സമീപകാലത്ത് എന്തെങ്കിലും ചികിത്സയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് കയ്യിൽ കരുതുക, ബാഗേജുകൾ അണുമുക്തമാക്കുക, ഫസ്റ്റ് എയ്ഡ് കിറ്റ് കയ്യിൽ കരുതുക, താമസിക്കാനുള്ള ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്യുക തുടങ്ങിയവയാണ് അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ. 18 വയസ്സിന് താഴെ പ്രായമുള്ള സ്വദേശികൾക്ക് രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ കോവിഡ് ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്നും നേരത്തെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. വിമാനയാത്രയിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നും സ്വന്തം സാധനങ്ങൾ മറ്റുള്ളവർക്ക് നൽകരുതെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിനുള്ള സാനിറ്റൈസർ, മാസ്ക്, സ്നാക്സ്, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഭക്ഷ്യക്കിറ്റ്, ചെറിയ തലയിണ, ബ്ലാങ്കറ്റ് എന്നിവ സ്വയം കരുതണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. 24 ജിദ്ദ. UAEയിൽ വീണ്ടും പ്രതിദിന കോവിഡ് കേസുകൾ 2000-ന് മുകളിലെത്തി. ഇന്ന് 2167 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 3 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1664 ഇന്ന് 2,25,957 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതിൽ നിന്നാണ് 2167 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ UAEയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,63,215 ഉയർന്നു. ഇന്ന് കോവിഡ് ബാധിച്ച് 3 പേരാണ് UAEയിൽ മരിച്ചത്. ഇതോടെ UAEയിലെ ആകെ കോവിഡ് മരണസംഖ്യ 1664 ആയിട്ടുണ്ട്. ഇന്ന് 2137 പേർ കോവിഡ് മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 18,528 പേരാണ് UAEയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. 24 ദുബായ്. സൗദിയിൽ ഇന്ന് 1183 കോവിഡ് കേസുകളും 14 മരണവും റിപ്പോർട്ട് ചെയ്തു. 10,152 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിക്കുന്ന പ്രമേഹ രോഗികൾക്കിടയിൽ അപകട സാധ്യത കൂടുതലാണെന്നും പ്രതിരോധ ശേഷി കുറയുന്നതാണ് ഇതിന് കാരണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
86,629 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ സൗദിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,183 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1.37% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,040 പേർ രോഗമുക്തരായി. 14 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കോവിഡ് കേസുകൾ ഇതോടെ 4,45,963 രോഗമുക്തി നേടിയവർ 4,28,502 മരണസംഖ്യ 7,309 ഉയർന്നു. 96.08% രോഗമുക്തി നിരക്ക്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,152 ഇതിൽ 1,353 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 1,34,25,055 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. റിയാദ് നഗരത്തിൽ ആക്ടീവ് കേസുകൾ 1,900 ഉയർന്നു. ജിദ്ദയിൽ 1,140, മക്കയിൽ 828, മദീനയിൽ 421, ദമാമിൽ 134 ആക്ടീവ് കേസുകളാണുള്ളത്. റിയാദ് നഗരത്തിൽ 312, ജിദ്ദയിൽ 152, മക്കയിൽ 84, ദമാമിൽ 44, മദീനയിൽ 35 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഉയർന്ന തോതിൽ പ്രമേഹമുള്ളവർക്ക് പ്രതിരോധശേഷി കുറയുമെന്നും ഇതാണ് കോവിഡ് ബാധിച്ച പ്രമേഹ രോഗികൾക്കിടയിൽ മരണവും ഗുരുതരാവസ്ഥയും കൂടാൻ കാരണമെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹൃദ്രോഗികൾ, കരൾ സംബന്ധമായ അസുഖമുള്ളവർ തുടങ്ങിയവർക്കും കോവിഡ് വൈറസ് കൂടുതൽ അപകടം ചെയ്യും. ഇത്തരം രോഗികൾ എത്രയും പെട്ടെന്ന് കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് നേരത്തെ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. 24 ജിദ്ദ. കുവൈത്തിൽ മലയാളി നഴ്സ് കോവിഡ് ബാധിച്ചു മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശിനി ജൈനമ്മ ഡൊമിനിക്കാണ് ജഹ്റ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ 30 വർഷമായി കുവൈത്തിൽ ഹോം കെയർ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒമാനിൽ ഇന്ന് 880 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 725 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് 880 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2,13,784 കോവിഡ് ബാധിച്ച ചികിത്സയിലുണ്ടായിരുന്ന 10 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 2,303 ഉയർന്നു. 1,97,080 പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് മുക്തരായത്. 92.2% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ 86 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 746 ആയിട്ടുണ്ട്. ഇതിൽ 239 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 ഒമാൻ. സൗദിയിൽ വിനോദ പരിപാടികൾ തിരിച്ചുവരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിനോദ പരിപാടികൾക്ക് അനുമതി നൽകാനാണ് തീരുമാനം. ഇതു സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ എന്റർടൈൻമെന്റ് അതോറിറ്റി പ്രസിദ്ധീകരിച്ചു. കോവിഡ് വ്യാപനം മൂലം നിർത്തിവച്ച വിനോദ പരിപാടികൾ പുനരാരംഭിക്കാനാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ തീരുമാനം. പബ്ലിക് ഹെൽത്ത് അതോറിറ്റി തയ്യാറാക്കിയ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം പരിപാടിയുടെ സംഘാടനവും അവതരണവും പൊതുജന പങ്കാളിത്തവുമെല്ലാം. തവക്കൽന ആപ്ലിക്കേഷനിൽ ഇമ്മ്യൂണായവർക്ക് മാത്രമേ പരിപാടിയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതായത് സൗദിയിൽ അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ സ്വീകരിച്ച് പൂർത്തിയായവർക്കും സൗദിയിൽ വെച്ച് വാക്സിന്റെ 1 ഡോസ് എടുത്ത് 14 ദിവസം പിന്നിട്ടവർക്കും സൗദിയിൽ വെച്ച് കോവിഡ് വന്ന് ഭേദമായി 6 മാസം കഴിയാത്തവർക്കും മാത്രമേ വിനോദ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കൂ. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ ശേഷിയുടെ 40% പേരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. കൃത്യമായ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ഇരിപ്പിടങ്ങളും മറ്റും അണുമുക്തമാക്കുകയും വേണം. നിശ്ചിത എണ്ണം ടിക്കറ്റ് ഓൺലൈൻ വഴി വിതരണം ചെയ്യണം. പരിപാടിയിലേക്കുള്ള പ്രവേശനത്തിന് കൃത്യമായ സമയവും അകത്ത് കയറാനും പുറത്തു കടക്കാനുമുള്ള ഗേറ്റുകളും നിശ്ചയിക്കണം. പ്രവേശന കവാടങ്ങളിൽ ആളുകളുടെ ശരീരോഷ്മാവ് പരിശോധിക്കണം. ശരീരോഷ്മാവ് നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ പ്രവേശനം നൽകാൻ പാടില്ല. കൂടാതെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ജോലിക്കാർക്കും കാണികൾക്കുമിടയിൽ ബോധവൽക്കരണം നടത്തണം. ആൾക്കൂട്ടം ഒഴിവാക്കാൻ പരിശീലനം ലഭിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണമെന്നും ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഓഫീസുകൾക്ക് ഗാർഹിക തൊഴിൽ കരാർ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നു. റിക്രൂട്ട്മെന്റ് ഓഫീസിനും തൊഴിലുടമയ്ക്കുമിടയിലെ ചെലവുകൾക്കൊപ്പമെന്ന് ഇൻഷുറൻസ് ഉൾപ്പെടുത്താൻ പോകുന്നത്. സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഗാർഹിക തൊഴിൽ കരാർ ഇൻഷുറൻസിന് അംഗീകാരം നൽകിയത്.
തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയ ഗാർഹിക തൊഴിലാളി കരാർ ഇൻഷുറൻസ് എന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽറാജി പറഞ്ഞു. പുതിയ നിയമപ്രകാരം മരണം, ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം എന്നിവ ഗാർഹിക തൊഴിലാളിക്കുണ്ടായാൽ പകരക്കാരനായ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ചെലവുകൾ നഷ്ടപരിഹാരമായി ലഭിക്കും. കൂടാതെ തൊഴിലാളി മരണപ്പെടുകയാണെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ചെലവുകളും ലഭിക്കും. തൊഴിലാളിക്ക് അപകടത്തെ തുടർന്ന് പൂർണ്ണമായോ ഭാഗികമായോ വൈകല്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്നതിനും ഗാർഹിക തൊഴിൽ കരാർ ഇൻഷുറൻസിൽ വ്യവസ്ഥയുണ്ടെന്നും മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽറാജി പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24, ദമാം. പാഠപുസ്തകങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം അതിന്റെ മുഖചിത്രമായിരിക്കും നോക്കുക, അല്ലേ? എന്നാൽ മുഖചിത്രം നമ്മളുടേതായാലോ സന്തോഷത്തിന് അതിരുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഇത്തരം ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ദുബായിലെ ഐസിൻ ഹാഷ് എന്ന കൊച്ചുമിടുക്കന്. ഇന്ന് UAE-യിലെ 1-ാം തരം മുതൽ 3-ാം തരം വരെയുള്ള സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിന്റെ മുഖചിത്രം ഈ മലയാളി കുഞ്ഞുമിടുക്കനാണ്. ഐസിൻ ഹാഷ് ചില്ലറക്കാരനല്ല. എമിറാത്തി ബോയ് എന്ന് വെറുതെ ഗൂഗിളിൽ തിരഞ്ഞാൽ തെളിഞ്ഞുവരിക ഏതെങ്കിലും എമിറാത്തി കുട്ടിയുടെ മുഖമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. മലയാളിയായ ഐസിൻ ഹാഷിന്റെ മുഖമാണ് ഗൂഗിൾ നമുക്ക് കാണിച്ചു തരിക. ലോകോത്തര ബ്രാൻഡുകൾ UAE-യിലെ തങ്ങളുടെ പരസ്യത്തിന്റെ മോഡലായി ഈ കുസൃതി നിറഞ്ഞ മുഖം തേടിയെത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതെ, UAE-യിലെ തിരക്കുള്ള വലിയ സെലിബ്രിറ്റിയാണ് ഇന്ന് ഈ കുഞ്ഞു മലയാളി. ഇപ്പോഴിതാ മറ്റൊരു നേട്ടത്തിനും അർഹനായിരിക്കുകയാണ് ഐസിൻ. UAE-യിലെ 1-ാം തരം മുതൽ 3-ാം തരം വരെയുള്ള സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിന്റെ മുഖചിത്രം ഇന്ന് ഐസിനാണ്. UAE-യിലെ ഒരു മലയാളിക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഐസിൻ. തന്റെ മുഖചിത്രമുള്ള പുസ്തകം പഠിക്കുന്ന ത്രില്ലിലാണ് ഇന്ന് ഈ 3-ാം ക്ലാസ്സുകാരൻ. ആദ്യമായി ആ സന്തോഷം ഐസിൻ 24-നോട് പങ്കുവെക്കുകയാണ്. ബുക്ക് കണ്ടപ്പോൾ സർപ്രൈസ്ഡും ആയി ചെയ്തു. ഇനി വീട്ടിലെത്തിയിട്ട് എനിക്ക് ഇനി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് പറയാനുണ്ട്. ഫസ്റ്റ് ഞാൻ എൻ്റെ കണ്ട ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ് കാണുന്ന ബുക്കല്ല, എൻ്റെ ബാഗ് കന്തൂറ മാത്രം കാണുന്നതാണ്. ഞാൻ എനിക്ക് അങ്ങനെ കുറച്ച് മനസ്സിലായിട്ടുള്ളൂ അത് ഞാനായിരുന്നു. പിന്നാണ് ഞാൻ കാണുന്നത് അത് എൻ്റെ ഫേസുള്ള ബുക്കാണ്. ഞാൻ റിയലി സർപ്രൈസ്ഡായി. UAE-യിലുള്ളവർക്ക് മാത്രമല്ല, അടുത്തിടെ നിഴൽ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലും ഐസിൻ താരമാണ്. അരുൺ പാറാട്ട്, 24, ദുബായ്. 12ാമത് കുട്ടികളുടെ വായനോത്സവം ഷാർജ എക്സ്പോ സെന്ററിൽ പുരോഗമിക്കുകയാണ്. നാടകം, സ്റ്റേജ് ഷോകളടക്കം നിരവധി പരിപാടികളും പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. 537ഓളം വിനോദ വിജ്ഞാന കലാപരിപാടികളാണ് വായനോത്സവത്തോടനുബന്ധിച്ച് ഷാർജ എക്സ്പോ സെന്ററിൽ നടന്നുവരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ പരിശീലകർ നയിക്കുന്ന ശില്പശാലകളിൽ കുട്ടികൾക്ക് പങ്കെടുത്ത് പരിശീലനം നേടാൻ സാധിക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജനപങ്കാളിത്തം വർദ്ധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. അതിനിടെ ഷാർജയിലെ ലൈബ്രറികൾക്ക് കുട്ടികളുടെ പുതിയ പുസ്തകങ്ങൾ വാങ്ങാനും പ്രസാധകരെ സഹായിക്കാനും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 25 ലക്ഷം ദിർഹം അനുവദിച്ചതായി ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് റക്കാത്ത് അൽ അമ്രി പറഞ്ഞു. കുട്ടികളുടെയും യുവാക്കളുടെയും മാനസിക വളർച്ചയും ഉന്നമനവുമാണ് ഭരണാധികാരി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 29-നാണ് വായനോത്സവം സമാപിക്കുക. 24, ഷാർജ. കോവിഡിനെതിരായ കൂട്ടായ പോരാട്ടത്തിൽ പരമ്പരാഗതമായ ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായ കുവൈത്തിന്റെ പിന്തുണയും ഐകദാർഢ്യവും അറിയിച്ച് കുവൈത്ത് ടവറിൽ ഇന്ത്യ. കുവൈത്ത് പതാകകൾ തെളിഞ്ഞു. കോവിഡ് 2-ാം തരംഗത്തെ നേരിടുന്നതിനായി ഇന്ത്യയിലേക്ക് വലിയ സഹായമാണ് കുവൈത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സൗഹാർദ്ദമുള്ള ജനതയ്ക്കുള്ള ഐകദാർഢ്യമെന്നാണ് കുവൈത്ത് ഈ സഹായ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതിയുടെ മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയ എല്ലാവരും വിലമതിക്കുന്ന ഒന്നാണ്. ഉത്തരവാദിത്വമുള്ളവരായിരിക്കാനും ആതിഥേയ രാജ്യത്തിന്റെ ഓരോ നിയമവും അനുസരിക്കാനും ആ ദേശത്തിന്റെ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും മാനിക്കാനും വലിയ ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാഹചര്യത്തിലും അറിഞ്ഞോ അറിയാതെയോ നിയമങ്ങൾ ലംഘിക്കരുത്. മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തികൾ ചെയ്യരുതെന്നും സ്ഥാനപതി സിബി ജോർജ് ഓർമ്മിപ്പിച്ചു.
ദുബായിൽ അന്തരിച്ച മുതിർന്ന മലയാളി മാധ്യമപ്രവർത്തകൻ സന്തോഷ് കുമാറിന്റെ വിയോഗത്തിൽ മലയാളി മീഡിയ ഫോറം കുവൈത്ത് അനുശോചനം രേഖപ്പെടുത്തി. ഗൾഫ് ന്യൂസ് പത്രത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായ ഇദ്ദേഹം തിരുവനന്തപുരം പട്ടം സ്വദേശിയാണ്. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരണം സംഭവിച്ചത്. കോവിഡ് മുക്തനായിരുന്നുവെങ്കിലും തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം 1 മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്കാരം ദുബായിൽ നടക്കും. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ബ്രിട്ടീഷ് ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ജൂൺ 1 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിൽ ബ്രിട്ടനിൽ നിന്നുള്ള വൈവിധ്യമാർന്ന 3000-ലധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ രാജ്യത്തെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭിക്കും. റിയാദിലെ അതിയാഫ് മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ സൗദിയിലെ ബ്രിട്ടീഷ് അംബാസിഡർ നെയിൽ ക്രോംപ്ടൺ മേള ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടന്റെ മഹത്തായ സംസ്കാരം വൈവിധ്യമാർന്ന രുചി വൈവിധ്യങ്ങളിലൂടെ ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് മേളയുടെ ലക്ഷ്യമെന്ന് ലുലു സൗദി ഡയറക്ടർ ഷഹീ മുഹമ്മദ് പറഞ്ഞു. ബ്രിട്ടനിലെ സ്വന്തം ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് വഴി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വർഷം മുഴുവനും ഉപഭോക്താക്കളിൽ എത്തിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഷഹീ മുഹമ്മദ് പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ബഹ്റൈനിൽ ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടീം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 10 രാത്രി 11:59 വരെയാണ് കർശന നിയന്ത്രണങ്ങൾ. അടിയന്തര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും അടച്ചിടാൻ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനിച്ചു. ഉയർന്ന തോതിലുള്ള പ്രതിദിന കോവിഡ് കേസുകളും കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം ഷോപ്പിംഗ് മാളുകൾ, സിനിമാശാലകൾ, റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ, സ്വകാര്യ ജിമ്മുകൾ, വിനോദ ഹാളുകൾ, നീന്തൽക്കുളങ്ങൾ, ബാർബർ ഷോപ്പുകൾ, സലൂണുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും അടച്ചിടും. റെസ്റ്റോറന്റുകളിൽ ഡെലിവറി സേവനം മാത്രം അനുവദിക്കും. അതേസമയം അടിയന്തര സർവീസുകളായ ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കോൾഡ് സ്റ്റോറുകൾ, പലചരക്ക് കടകൾ, മത്സ്യ ഷോപ്പുകൾ, ബേക്കറികൾ, ഗ്യാസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ, ATMകൾ, ഫാർമസികൾ തുടങ്ങിയവ തുറന്നിരിക്കും. സർക്കാർ പൊതുമേഖലാ ഓഫീസുകളിലെ ഹാജർ നില 30% കുറയ്ക്കണം. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ പ്രവർത്തിക്കണം. സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടുള്ള ക്ലാസുകൾ പാടില്ല. ഇവിടങ്ങളിൽ വിദൂര പഠനം തുടരും. സ്വകാര്യ ചടങ്ങുകൾ, ഒത്തുചേരലുകൾ, കായിക പരിപാടികൾ എന്നിവയ്ക്കും വിലക്കുണ്ട്. സമ്മേളനങ്ങളോ യോഗങ്ങളോ ചേരുന്നതിനും 2 ആഴ്ചത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ലക്ഷദ്വീപ് പരിഷ്കരണ നയങ്ങളെ ന്യായീകരിച്ച് കളക്ടർ ടി.എ. അസ്കർ അലി. ദ്വീപ് നിവാസികളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് പുതിയ നടപടികൾ. സ്ഥാപിത താൽപര്യക്കാരാണ് കുപ്രചാരണങ്ങൾ നടത്തുന്നതെന്നും ലക്ഷദ്വീപ് കളക്ടർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂളുകളിൽ ബീഫ് അടക്കമുള്ള ഇറച്ചി നിരോധിച്ചത് മീനും മുട്ടയും പ്രോത്സാഹിപ്പിക്കാനാണെന്ന് കളക്ടർ വ്യക്തമാക്കി. കളക്ടറുടെ മയക്കുമരുന്ന് പരാമർശത്തിനെതിരെ കിൽത്താൻ ദ്വീപിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കളക്ടർക്കെതിരെ ഡിവൈഎഫ്ഐ, CPI, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു. ലക്ഷദ്വീപ് നിയമപരിഷ്കരണ നടപടികളുമായി പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ടി.എ. അസ്കർ അലി പറഞ്ഞു വെച്ചത്. ദ്വീപ് നിവാസികളുടെ നന്മയ്ക്കായാണ് പരിഷ്കരണ നടപടികൾ. The administration has laid the foundation for the future of Lakshadweep in a planned way. വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ദ്വീപിൽ ഇപ്പോൾ നടക്കുന്നത്. മദ്യവിൽപ്പന ലൈസൻസ് വിനോദസഞ്ചാര മേഖലയ്ക്ക് മാത്രമാണ്. ലക്ഷദ്വീപിൽ ഒഴിപ്പിച്ചത് അനധികൃത കയ്യേറ്റങ്ങളാണെന്നും കളക്ടർ പറഞ്ഞു. ദ്വീപിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നതിന് ന്യായീകരണമായി മുൻപ് റിപ്പോർട്ട് ചെയ്ത 40 മയക്കുമരുന്ന് കേസുകളാണ് കളക്ടർ ചൂണ്ടിക്കാട്ടിയത്. ഇത് മുൻകൂട്ടി തടയാനാണ് ഗുണ്ടാ നിയമം നടപ്പിലാക്കുന്നത്. A few days ago, 300 kg heroin with an international value of 3,000 crores and 5 AK-47 rifles and 1,000 live rounds were confiscated. Similarly, many cases of illegal smuggling of marijuana, liquor and POCSO cases have been reported here. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എത്ര കേസുകൾ ലക്ഷദ്വീപിൽ ഉണ്ടായി എന്നതിന് കളക്ടർ അസ്കർ അലി വ്യക്തമായ മറുപടി നൽകിയില്ല. ആവശ്യത്തിന് ലഭിക്കാതായതിനാലാണ് സ്കൂളുകളിൽ ബീഫ് നിരോധിച്ചത്. മീൻ വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനമെടുത്തത് ഒരു കമ്മിറ്റിയാണെന്നും കളക്ടർ ടി.എ. അസ്കർ അലി വ്യക്തമാക്കി. Midday meal menu for the schools. They can have fish, they can have egg, because considering the availability of this, because majority they do fishing. So fish is readily available, especially during monsoon time. It is very difficult to procure chicken from outside. So അതിനിടെ ലക്ഷദ്വീപ് കളക്ടർക്കെതിരെ ഡിവൈഎഫ്ഐ, AAYF, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. എറണാകുളം പ്രസ് ക്ലബിന് മുൻപിലാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്.
അതേസമയം ലക്ഷദ്വീപിന് പിന്തുണയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് രംഗത്തെത്തി. വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേലിനെ തിരികെ വിളിക്കണമെന്നും MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. ലക്ഷദ്വീപ് കോഴിക്കോട് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന് മുൻപിൽ T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 കൊച്ചി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. അഡ്മിനിസ്ട്രേറ്റർക്കെതിരായ പരാതികളിൽ കഴമ്പില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. എന്നാൽ അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികളിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം ലക്ഷദ്വീപ് ഘടകം ഉന്നയിച്ച പരാതികൾ BJP ദേശീയ നേതൃത്വം ചർച്ച ചെയ്യും. പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ജനപ്രതിനിധികൾ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്ന ആവശ്യമായിരുന്നു പൊതുവിൽ അവർ ഉന്നയിച്ചത്. ഈ പരാതികളെല്ലാം പരിശോധിച്ച ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. നിയമങ്ങളും സർക്കാർ നയവും നടപ്പാക്കാനാണ് ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിച്ചത്. ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് വീഴ്ചയില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിഗമനം. ഇക്കാര്യം പരാതിയിന്മേലുള്ള മറുപടിയായി ജനപ്രതിനിധികളെ അറിയിക്കും. ലക്ഷദ്വീപ് BJP ഘടകത്തിലെ പാർട്ടി ഭാരവാഹികളെയും AP അബ്ദുള്ളക്കുട്ടിയെയും ഇതിനിടെ ദേശീയ നേതൃത്വം ചർച്ചയ്ക്ക് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മറ്റന്നാളാകും ഡൽഹിയിൽ ചർച്ച നടക്കുക. അതേസമയം ലക്ഷദ്വീപ് സന്ദർശിക്കാൻ കോൺഗ്രസ് സംഘത്തിന് അനുമതി നൽകണമെന്ന ആവശ്യം അഡ്മിനിസ്ട്രേറ്റർ തള്ളി. AICC സംഘത്തിന് ദ്വീപിൽ പ്രവേശനാനുമതി നൽകാനാകില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റർ പ്രബൽ ഗോഡ പട്ടേൽ വ്യക്തമാക്കി. പ്രബൽ ഗോഡ പട്ടേലിനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഇന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിൽ കൂട്ട സ്ഥലം മാറ്റം. 39 ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റി. ദ്വീപിലെ എയർ ആംബുലൻസുകൾ സ്വകാര്യവൽക്കരിക്കാൻ കരാർ ക്ഷണിച്ചു. അതേസമയം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ജില്ലാ പഞ്ചായത്ത്. ലക്ഷദ്വീപിലെ ഫിഷറീസ് വകുപ്പിലാണ് കൂട്ട സ്ഥലം മാറ്റം നടത്തിയിരിക്കുന്നത്. 39 ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റി. ലക്ഷദ്വീപിലെ തന്നെ വിവിധ ദ്വീപുകളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത്. ഇതിനിടെ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കപ്പൽ വിഭാഗത്തിലെ അധികാരത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം പിടിമുറുക്കിയിരിക്കുകയാണ്. ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നത് 7 യാത്രാ കപ്പലുകളും 8 ബാർജുകളും സ്പീഡ് വെസലുകളുമാണ്. ഇതിലെല്ലാമായി 805 ജീവനക്കാരുമുണ്ട്. ജീവനക്കാരിൽ 70% പേർ ലക്ഷദ്വീപിൽ നിന്നുള്ളവരാണ്. ശേഷിക്കുന്ന 30% കേരളീയരും. ലക്ഷദ്വീപിലെ സാമ്പത്തിക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് കപ്പൽ ജീവനക്കാരുടെ വരുമാനമാണ്. എന്നാൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയേറ്റതോടെ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള കപ്പലുകൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറുകയാണ്. ഇതോടെ തദ്ദേശീയരുടെ ജോലി നഷ്ടമാകുമെന്നാണ് ദ്വീപ് നിവാസികളുടെ ആശങ്ക. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ ജീവനക്കാരെ കുറഞ്ഞ ശമ്പളത്തിൽ നിയോഗിച്ച് സർവീസ് നടത്തിയാൽ നിലവിലെ ജീവനക്കാർ പുറത്താകും. നിലവിൽ കപ്പലുകളിൽ പലരും 20 വർഷമായി സേവനമനുഷ്ഠിക്കുന്നവരാണ്. 6 മാസത്തിനുള്ളിൽ കപ്പലുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് SCAയുടെ അറിയിപ്പ് ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിന് ജില്ലാ പഞ്ചായത്ത് നീക്കം ആരംഭിച്ചു. ഭൂവിനിയോഗവും ഏറ്റെടുക്കലും അടക്കമുള്ളവയിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പൂർണ്ണ അധികാരം നൽകുന്ന കരട് നിയമത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കോടതിയിൽ മുൻകാല നിലപാടുകൾ അഡ്മിനിസ്ട്രേറ്റർ ലംഘിച്ചത് ചൂണ്ടിക്കാട്ടും. അതേസമയം ലക്ഷദ്വീപിലെ എയർ ആംബുലൻസ് സ്വകാര്യവൽക്കരിക്കാനുള്ള ടെൻഡർ ക്ഷണിച്ചു. നിലവിൽ പവൻ ഹാൻസിന്റെ 2 ഹെലികോപ്റ്ററുകളാണ് ലക്ഷദ്വീപിൽ സർവീസ് നടത്തുന്നത്. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ചുരുങ്ങിയ ചെലവിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുമായിരുന്നു. സ്വകാര്യവൽക്കരണം വരുന്നതോടെ ചികിത്സ കിട്ടാതാകുമെന്നാണ് ദ്വീപുകാർ ഭയക്കുന്നത്. ശ്രീകാന്തിനൊപ്പം സഹിന ടെണിംഗ്, 24 കൊച്ചി. ലക്ഷദ്വീപ് നിവാസികളുടെ ഭരണഘടനാ അവകാശങ്ങൾ ഹനിക്കരുതെന്നും അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കും. ഔദ്യോഗിക പ്രമേയമായി സർക്കാർ അവതരിക്കുമ്പോൾ പ്രതിപക്ഷം പിന്തുണയ്ക്കും. നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കുന്ന പ്രമേയം കേന്ദ്ര സർക്കാരിന് അയച്ചുകൊടുക്കും. പ്രമേയം എപ്പോൾ അവതരിപ്പിക്കണമെന്ന കാര്യത്തിൽ നാളെ കാര്യോപദേശക സമിതി ചേർന്ന് തീരുമാനമെടുക്കും. നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയ ചർച്ച നടക്കുന്ന ദിവസങ്ങളിലൊന്നിൽ പ്രമേയം അവതരിപ്പിക്കാനാണ് നീക്കം. ലക്ഷദ്വീപ് വിഷയത്തിൽ നിയമസഭ പൊതുപ്രമേയം അവതരിപ്പിക്കുന്നത് ഔചിത്യപൂർണമായ നടപടിയെന്ന് മുഖ്യമന്ത്രി. പ്രമേയം അവതരിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിന്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാവർക്കും കടുത്ത വികാരം തന്നെയാണ് ഉണ്ടാവുക. കാരണം നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിയമസഭ
ഒരു പൊതുപ്രമേയം അംഗീകരിക്കുന്നത് ഔചിത്യപൂർവമായ നടപടിയായിരിക്കും. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.